കോതമംഗലം കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിരന്തരമുണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങളിലും മറ്റ് വന്യമൃഗശല്യങ്ങളിലും പ്രതിഷേധിച്ച് പുന്നേക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം. കുട്ടമ്പുഴ കീരമ്പാല ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് സമരം. ലാൽകൃഷ്ണ തൊടുപുഴ ചെയ്യുന്നു. ലാൽ, വിവിധയിടങ്ങളിൽ വിവിധ ജില്ലകൾ സമാനമായ പ്രശ്നങ്ങളുണ്ട്. ഗതികെട്ട് ജനപ്രതിനിധികൾക്ക് ഒടുക്കം ചെയ്യാനാകുക സമരങ്ങൾ മാത്രമാണ്. ആ മേഖലയിലും വീണ്ടും സമരം. ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യമുയർത്തി. എന്താണ് വിവരങ്ങൾ? ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളത് കുറേ കാലങ്ങളായിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് 10 വർഷമായിട്ട് കാട്ടാന ഈ മേഖലയിൽ പലയിടങ്ങളിലും ഇറങ്ങുന്നുണ്ട്. വഴിപോക്കരായ ആളുകൾ, അതായത് നമ്മൾ ഈ പറയുന്ന പാത എന്ന് പറയുന്നത് കുട്ടമ്പുഴയിലേക്ക് തട്ടേക്കാട് വഴിയാണ് കടന്നു പോവുക. തട്ടേക്കാട് ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ വിനോദസഞ്ചാരികളെ മാത്രമല്ല, ആ പ്രദേശത്തുള്ള പല ആളുകൾക്കും ഇതുമൂലം ഉപദ്രവം ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു മേഖല എന്ന് പറയുന്നത് കീരമ്പാറ എന്ന് പറയുന്നത് ഭൂതത്താൻകെട്ടുമായിട്ട് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. അതും ഒരു വിനോദസഞ്ചാര മേഖലയാണ്. ഈ ഭൂതത്താൻകെട്ടിനോട് സമീപത്തുള്ള സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടെത്തിയിരുന്നത്. അതായത് ആന മാത്രമല്ല, പുലി, കടുവ പോലുള്ള വലിയ ജീവികളടക്കം, അതായത് മനുഷ്യന് ഭീതിയോടുകൂടി പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള ജീവികളുടെ ശല്യം വളരെ രൂക്ഷമാണ് ഈ പ്രദേശത്ത്. ഫെൻസിംഗ് എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് വനംവകുപ്പ് പറയുന്നുണ്ടെങ്കിലും അതൊന്നും യാതൊരു തരത്തിലും ഗുണം കിട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടില്ല. കിടങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് പോലും പലയിടങ്ങളിലും മൂടിപ്പോയിട്ടുണ്ട്. പകരം ഇപ്പോഴും ഹാങ്ങിങ് ഫെൻസിംഗ് എന്നൊരു ഉപാധി മാത്രമാണ് വനംവകുപ്പിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്. ഇത് പക്ഷേ ഒരു ശാശ്വതമായ പരിഹാരമല്ല. വനംവകുപ്പ് എത്രത്തോളം പറഞ്ഞാലും അതും മറികടന്ന ആനകൾ സ്ഥിരം എത്തുന്ന ഒരു പ്രദേശമായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇതുവരെ പോലും കണ്ടിട്ടില്ലാത്ത ഇടങ്ങളിൽ കാട്ടാന എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. അതായത് കോതമംഗലം നഗരത്തിൽ നിന്ന് ഏകദേശം 12-13 കിലോമീറ്റർ അകലെയാണ് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം. ആ പ്രദേശത്തെ ജനവാസ മേഖലയിൽ ഇതുവരെ കാട്ടാന എത്താത്ത ഇടങ്ങളിൽ പോലും ആനയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നു. പുലിയെ പലയിടങ്ങളിലും കാണാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഭീതി ചില്ലറയൊന്നുമല്ല. പലപ്പോഴും ആന കിണറ്റിൽ ചാടുമ്പോഴോ അല്ലെങ്കിൽ പ്രദേശത്ത് നാശം വിതച്ചിട്ട് പോകുമ്പോഴും ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ ഇതുവരെ പിന്നെ ആ ഭാഗത്ത് ഈ തിരിഞ്ഞു നോക്കാത്ത സ്ഥിതി പോലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരം വേണം. അധികാരപ്പെട്ട ആളുകൾ, അതായത് ഒരു റേഞ്ച് ഓഫീസറിൽ മാത്രം നിൽക്കാതെ DFO തലത്തിലുള്ള ആളുകൾ നേരിട്ട് വന്ന് ഇതിനെന്താണ് പരിഹാരം, അത് എപ്പോൾ ചെയ്തു തരും എന്ന കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കിയ ശേഷം നമ്മൾ തിരിഞ്ഞു പോകാം എന്നുള്ളതാണ് ജനപ്രതിനിധികൾ പറയുന്നത്. അവരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം നാട്ടുകാർ വളഞ്ഞിട്ട് പിടിക്കുക പിന്നെ ഈ ജനപ്രതിനിധികളെയാണല്ലോ. അപ്പോൾ അവരും സ്വാഭാവികമായിട്ടും ഇതിന് പരിഹാരം കാണാൻ ബാധ്യസ്ഥരായി മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 2 പഞ്ചായത്തുകളെയും ജനപ്രതിനിധികൾ തന്നെ നേരിട്ട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയിരുന്ന പരിഹാരം കാണുന്നവരെ പിരിഞ്ഞു പോകില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഉപരോധത്തിന് തയ്യാറെടുത്തിരിക്കുന്നത്. മനുഷ്യർക്കിടയിൽ മൃഗങ്ങൾ എന്ന പറയുന്നിടത്ത് നിന്ന് മൃഗങ്ങൾക്കിടയിൽ മനുഷ്യരെന്ന സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണ്. ഇന്നേ വരെ കാട്ടാനയോ കരടിയോ കടുവയോ ഒന്നും ഇറങ്ങാത്തിടത്ത് പോലും ഈ മൃഗങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാക്കുന്ന വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. സ്വാഭാവികമായി ജനങ്ങൾ ചെന്ന് ഈ വിഷയങ്ങൾ പറയുക ജനപ്രതിനിധികളോടാണ്. ജനപ്രതിനിധികൾക്ക് പറയാനുള്ളത് ഫോറസ്റ്റിനോടാണ്. എന്തായാലും ആരും ആരോടെങ്കിലും പറഞ്ഞുകൊണ്ട് മാത്രം തീരുന്നില്ല. കൃത്യമായ ശാസ്ത്രീയമായ ഈ പറയുന്ന ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ, അത് പരിപൂർണമാക്കിയാൽ, ഫുൾഫിൽ ചെയ്ത് മാത്രമേ ഈ വിഷയത്തിനൊരു പരിഹാരം കാണാനാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.